ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ലോകത്തിൽ കോവിഡ് ഇറാഡിക്കേറ്റ് ചെയ്തെന്ന്. പക്ഷേ കോവിഡ് ഒന്നും ഇറാഡിക്കേറ്റ് ഇല്ല. ഇപ്പം കോവിഡൊക്കെ ഇഷ്ടം പോലെ ലോകത്തിലുണ്ട്. പക്ഷേ ആരും അതിന് ടെസ്റ്റ് ചെയ്യുന്നില്ല, ആരും അതിന് പ്രോപ്പറായിട്ട് അറ്റൻഷൻ കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മളൊക്കെ വാക്സിനേറ്റഡ് ആണ്. അതുകൊണ്ട് കോവിഡ് വന്ന് നമുക്കെല്ലാം പോകുന്നുണ്ട്. പല ആൾക്കും ഫ്ലൂ വരുന്നുണ്ട്, പല സ്കൂൾ കുട്ടികൾക്കും ഫ്ലൂ വരുന്നുണ്ട്. പക്ഷേ ആരും അതിന് പോയൊരു PCR ടെസ്റ്റ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാലോ, കോവിഡ് വന്നു കഴിഞ്ഞാൽ കോവിഡ് ഈസ് മച്ച് വേഴ്സ് ഫോർ ഓൾഡർ പീപ്പിൾ. പല ആൾക്കും വയസ്സുകാലത്ത് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ വന്ന് മരിച്ചു പോകുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ കണക്ക് പ്രകാരം ഈ കോവിഡ് ഈ സ്റ്റുഡൻസിൻ്റെ they have destroyed the students in the working hours. They have robbed the students of so much time. So they're with the teachers that 100 million of them fallen below the minimum threshold for basic skills now, and it will take years for the remedial work to help them to catch up now. കോവിഡ് വന്നതിന് ശേഷം എത്രയോ കുട്ടികൾക്ക് ആ ഒരു കോമ്പിറ്റൻസി പോയി എന്നാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കണക്ക് പ്രകാരം പറയുന്നത്. കാരണം ഈ കോവിഡുള്ള സമയത്ത് കുട്ടികളൊന്നും സ്കൂളിൽ പ്രോപ്പറായി പോയിട്ടുണ്ടായിരുന്നില്ല, പ്രോപ്പറായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി പ്രോപ്പറായി പഠിപ്പിക്കാൻ ടീച്ചർമാർക്കും ആ സമയത്ത് they are not trained, they are not equipped also. സോ ഈ കുട്ടികൾക്ക് ഓൾമോസ്റ്റ് they lost the competency during that time. മോസ്റ്റ്ലി സംഭവിച്ചത് ഈ പുവർ കൺട്രീസിലാണ്, പുവർ പീപ്പിളിലാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഈ പെൻഡമിക്കിൻ്റെ ബിഗ്ഗസ്റ്റ് മിത്തായിരുന്നു പണ്ട് പെൻഡമിക് ഉണ്ടാകുന്ന സമയത്ത് ഈ റിമോട്ട് എഡ്യൂക്കേഷൻ തന്നെ ഇറ്റ് കുഡ് നെവർ ഹാപ്പൻ എന്ന് പറഞ്ഞു. കാരണം നമ്മളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ റിമോട്ട് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ക്ലാസ് റൂം എഡ്യൂക്കേഷൻ തന്നെയാണ് ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടായത്. നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ടാണ് പഠിച്ചത്. പക്ഷേ നമ്മളെ ഈ കോവിഡുള്ള ജനറേഷനിലെ കുട്ടികളൊക്കെ പഠിച്ചത് മൊബൈൽ നോക്കിയിട്ടും TV സ്ക്രീൻ നോക്കിയിട്ടും കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കിയിട്ടൊക്കെ എന്തൊക്കെയോ പഠിച്ചതാണ്. സോ നമ്മളൊക്കെ ഓൺലൈൻ ലേണിംഗ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബിഗ് ഫാനായിരുന്നു ഓൺലൈൻ ലേണിങ്ങിന്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഒരു സപ്ലിമെൻ്റ് ആയിട്ടാണ് പഠിച്ചത്. ഒരു മെയിനായിട്ട് ഒരു ഓൺലൈൻ ലേണിങ്ങിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ല. വി ഓൾവേസ് തിങ്ക് ഓൺലൈൻ ഈസ് ദർ, ദാറ്റ് ഈസ് എ സപ്ലിമെൻ്റ് ഓർ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി മെയിൻ ക്ലാസ് റൂം ലേണിംഗ് ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സ് ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ്ങും ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് റിമോട്ട് ട്രെയിനിങ് ചെയ്യുക, റിമോട്ടിൽ എങ്ങനെ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യും, റിമോട്ടിൽ എങ്ങനെ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ അത് നമ്മളെ ടീച്ചേഴ്സ് ട്രെയിനിങ്സിലൊന്നും നമ്മളെ ഗവൺമെൻറ് ടീച്ചേഴ്സിനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നിങ്ങൾക്കറിയാലോ, ഈ സ്കൂളിൽ കുട്ടികളിൽ മോസ്റ്റ്ലി ഇത് പുവർ കൺട്രീസ്, നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിരുന്നു. ഈ എന്തിനാ സ്കൂളിൽ ഈ എലിമെൻ്ററി സ്കൂളിൽ പോകുന്നത് വെച്ചാൽ പാരൻസ് കുട്ടികളെ അയക്കുന്നത്, മോസ്റ്റ് ഓഫ് ദ പാരൻസ് ഇൻ ദ വില്ലേജ് ആർ പുവർ. ദേ കനോട്ട് ഫീഡ് ദർ 4-5 kids. സോ സ്കൂളിൽ മോസ്റ്റ് ഓഫ് ദി സ്കൂൾസിന് ഈ മിഡ് ഡേ മീലിലുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ റെഡ്യൂസ് പ്രൈസ് മീൽസ് കിട്ടുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ പാരൻസ് ദേ സെൻഡ് ദർ ചിൽഡ്രൻസ് ടു സ്കൂൾ ബിക്കോസ് ദേ കനോട്ട് ഫീഡ് ദർ ചിൽഡ്രൻസ്. അതുകൊണ്ടാണ് ഈ അമേരിക്കയിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, പണ്ട് ഇന്ത്യയിൽ എനിക്കൊന്ന് മിഡ് ഡേ മീൽ തുടങ്ങിയ നമ്മുടെ തമിഴ്നാട്ടിലെ MG രാമേന്ദ്രനാണെന്നോ. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പിന്നെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതും. അവിടെ നിന്ന് പിന്നെ കേരള അഡോപ്റ്റ് ചെയ്തു, പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ അഡോപ്റ്റ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളൊക്കെ ഇപ്പോഴും പല സ്റ്റേറ്റുകളും അഡോപ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു. സോ ഈ മിഡ് ഡേ മീൽസ് കൊണ്ടാണ് മോസ്റ്റ്ലി നമ്മുടെ നാട്ടിലെ പൂർ കൺട്രീസിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഇവരൊന്നും സ്കൂളിൽ അയക്കില്ല, കാരണം ദേ കാണ്ട് എഫോർഡ് ടു സെൻഡ് 4-5 kids ടു സ്കൂൾ, ഫാമേഴ്സിലൊക്കെ. സോ പിന്നെ സ്കൂളിൽ അയക്കുന്നതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ സ്കൂൾസ് ഈ കിഡ്സ് ലേൺ ഹൗ ടു ഇൻട്രാക്ട് വിത്ത് ദർ പിയർ ഗ്രൂപ്പ്സ്. കുട്ടികൾക്ക് ഒരു എക്സസൈസ് കിട്ടും ആൻഡ് ആക്സസ് ടു എ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ഓൾസോ. സോ അതാണ് ഈ കുട്ടികൾ സ്കൂളിൽ അയക്കുന്നതിൻ്റെ വലിയൊരു കാരണം. പിന്നെയെന്ന് വെച്ചാൽ വേറെ കാരണം വെച്ചാൽ ഈ ലോകത്തിൽ ഈ വാക്സിൻ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മിക്ക കൺട്രീസിലുള്ള ആൾക്കാർക്കും പല ആൾക്കും വാക്സിൻ കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ എല്ലാവർക്കും ഫ്രീ വാക്സിൻ അന്ന് ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് ഓഫ് കോഴ്സ് ദ ടാക്സ് ഫോർ ദ ഓൾസോ ദാറ്റ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഫ്രീ വാക്സിനേഷൻ കിട്ടി. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കൺട്രീസിന് പല പുവർ കൺട്രീസിലും വാക്സിനേഷൻ ചെയ്തിട്ടില്ല അവർ. പിന്നെ പണ്ട് കാലത്ത് ഈ HIV ലോകത്തിൽ ഇത്ര അധികം സ്പ്രെഡ് ചെയ്ത സമയത്ത് ഏറ്റവും അധികം HIV സ്പ്രെഡ് ചെയ്ത 2 രാജ്യങ്ങൾ ബ്രസീലും സൗത്ത് ആഫ്രിക്കയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ സഫറിങ് വിത്ത് HIV ആ സമയത്ത്. അപ്പോൾ HIV ഡ്രഗ്സ് വന്ന സമയത്ത്
ഈ ഇതിൻ്റെ പ്രൈസ് HIV ഡ്രഗ്സിൻ്റെ വളരെ ഹൈ ആയിരുന്നു. ഇവർക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ദേ സ്റ്റാർട്ടഡ് മാനുഫാക്ചറിങ് ജനറിക് മാനുഫാക്ചർ. അവർ ജനറിക് മാനുഫാക്ചർ. സോ ഇന്ത്യയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ ഒരു തരത്തിലുള്ള ജനറിക് മാനുഫാക്ചേഴ്സാണ്. ദേ സ്റ്റാർട്ടഡ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ ഡ്രഗ്സ്. And duplicating the drugs is violation of the intellectual property rights of the companies that had invented them. And the government of that countries, they did not do anything. They did not do anything to enforce the patents of the original drugs. ഇന്ത്യയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇന്ത്യയിലുള്ള ഏത് ഡ്രഗ്സും അമേരിക്കയിൽ ഇറങ്ങിയാൽ ഇവിടെ കോപ്പി ചെയ്യുക, വിൽക്കുക എന്നുള്ള ഇന്ത്യൻ ജനറിക് കമ്പനി. ഇന്ത്യയിലിപ്പം ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ഇതെല്ലാം കോപ്പി കാറ്റ്സ് പ്രോഡക്ട്സ് ആണ്. ഇന്ത്യൻ്റെ പ്രോഡക്ട്സ് ഒന്നുമല്ല, നമ്മളുണ്ടാക്കിയ പ്രോഡക്ട്സോ നമ്മൾ ഇൻവെൻറ്റ് ചെയ്ത പ്രോഡക്റ്റ് ഒന്നുമില്ല. വേറെ ആരോ ആൾക്കാരുണ്ടാക്കിയ കമ്പനി ഉണ്ടാക്കിയ പ്രോഡക്റ്റിനെ കോപ്പി ചെയ്യുക, ഇവിടെ വിൽക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇന്ത്യ ഗവൺമെൻറ്റും അതിനെ എൻകറേജ് ചെയ്തു. സോ അതെന്തുകൊണ്ട് ഈ ബുക്സിൽ സിനിമയിലൊന്നും അത് വരുന്നില്ല? ഓൺലി ഡ്രഗ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ മാത്രം ഗവൺമെൻറ് അത് അലവ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് സിനിമയിൽ പൈറേറ്റഡ് സീരി ഉണ്ടാകുമ്പോൾ, പൈറേറ്റഡ് ബുക്ക് ഉണ്ടാകുമ്പോൾ ഇവർ വന്നിട്ട് അതിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്? എന്തുകൊണ്ട് പൈറേറ്റഡ് ഡ്രഗ്സിനെതിരെ ഒന്നും പറയുന്നില്ല ആരും? ഓക്കെ, അത് വലിയൊരു ഡിബേറ്റാണ്. സോ അപ്പോൾ ഇവരെന്താ ചോദിച്ചാൽ ഗവൺമെൻറ് ദേ മേഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡ്രഗ്സ് അവൈലബിൾ. ഏതൊക്കെയാണ് ഈ ലോ കോസ്റ്റ് ജനറിക് മാനുഫാക്ചേഴ്സ്? ഈ ജനറിക് മാനുഫാക്ചേഴ്സും അലൗഡ് ടു സെൽ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിനോ വിതൗട്ട് പേയിങ് ഇൻ റോയൽറ്റീസ്. ഇങ്ങനെയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആലോചിച്ച് തുടങ്ങി. ഇങ്ങനെ ലോ കോസ്റ്റ് കൺട്രീസിൽ എന്തുകൊണ്ട് ലോ കൺട്രീസിൽ അവർക്ക് ഈ ഡ്രഗ്സ് മാർക്കറ്റ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈവൻ ഐ വാസ് ഓൾസോ തിങ്കിങ് ഇവരൊക്കെ എന്തോ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി, high price for the high income countries, low price for the low income countries, and middle of the price for the middle class, so that they can sell a drug just above the price of cost of manufacturing in low income countries, so that they can reduce the infection rate. അതല്ലെങ്കിൽ ഈ HIV പോലെ ഇൻഫെക്ഷൻ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യില്ല. ഇത്ര ഹൈ പ്രൈസിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇമാജിൻ, ഗവൺമെൻറ് വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ല, എത്ര ആൾ ഇന്ത്യയിൽ വാക്സിൻ ചെയ്യായിരുന്നു? ഫോർ എക്സാമ്പിൾ വാക്സിൻ്റെ പ്രൈസ് എക്സോർബിറ്റൻ്റ് ഹൈ ആണെങ്കിൽ എത്ര ആൾ വാക്സിൻ ചെയ്യായിരുന്നു? വെരി ഫ്യൂ പീപ്പിൾ വിൽ ഡു വാക്സിൻ. അങ്ങനെ പീപ്പിൾ 100 ആളിൽ 10 ആൾ വാക്സിൻ ചെയ്യുക, 90 ആൾ വാക്സിൻ ചെയ്തിട്ട് ദാറ്റ് ഈസ് മോർ റിസ്കിയർ. ദ വൈറസ് വിൽ മുട്ടേറ്റ് ആൻഡ് ദേ ബിക്കം resistant to the vaccine. സോ അതാണ് സംഭവിക്കുന്നത്. അതിൽ മിക്കവാറും കൺട്രികൾ ബ്രസീലും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും സൗത്ത് അമേരിക്കയൊക്കെ കൺട്രീസും സൗത്ത് ആഫ്രിക്കൻ കൺട്രീസൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. They started manufacturing, duplicating generic drugs, and they started distributing to the people who are HIV infected. സോ അതുപോലെ ഈ വാക്സിന് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടൊരു യൂണിവേഴ്സൽ വാക്സിൻ വന്നുകൂടെ നമുക്ക്? ഇപ്പം ഇപ്പോൾ mRNA വാക്സിനാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചത്, കോവിഡിന് ഉപയോഗിച്ചത്. So it should be possible to create injections that target several variants of the same pathogen or even multiple pathogens. We could have vaccines that produce from coronavirus, influenza, respiratory virus, ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി വൈറസിൽ 3-4 വൈറസിന് കണക്കായിട്ട് ഒരു വാക്സിൻ എന്തുകൊണ്ട് ഒരു യൂണിവേഴ്സൽ വാക്സിൻ ഡെവലപ്പ് ചെയ്ത് കൂടാന്നുള്ളൊരു നമുക്ക് ആലോചിക്കുന്ന കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ ജസ്റ്റ് വൺ വാക്സിൻ ദാറ്റ് ഈസ് ഇനഫ്. ഈ ബൂസ്റ്റർ വാക്സിൻ വേണ്ട, മൾട്ടിപ്പിൾ ഡോസസ് വേണ്ട. ഇത് ഇൻകൺവീനിയൻസ് ഫോർ ദ പീപ്പിൾ. ഒരു വാക്സിൻ ചെയ്യുക, 3 മാസം കഴിഞ്ഞിട്ടില്ല 6 മാസം കഴിഞ്ഞിട്ട് മറ്റൊരു വാക്സിൻ ബൂസ്റ്റർ വാക്സിൻ ചെയ്യുക. ഇതിനെല്ലാം മാറിയിട്ട് ജസ്റ്റ് വൺ വാക്സിൻ ജസ്റ്റ് വൺ വാക്സിൻ വിൽ ടേക്ക് കെയർ ഓഫ് the different variants of the virus. So new formulation vaccines would be the same protection with one shot as you go with 2. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ? പിന്നെ എൻ്റെ അപ്പുറത്ത് പറഞ്ഞാൽ an ideal vaccine would protect people for the whole life rather than require yearly booster. ഇപ്പോൾ ഈ കോവിഡ് വാക്സിനൊക്കെ ബൂസ്റ്റർ വാക്സിൻ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു മിക്കവാറും ആൾക്കാർക്ക്. കാരണം അത് എത്ര കാലം ലാസ്റ്റ് ചെയ്യും, അതിൻ്റെ പ്രൊട്ടക്ഷൻ കമ്പനി പറയുന്നത് ഓൺലി ടൈം വിൽ സെൽ. സോ ദ ബൂസ്റ്റർ വാക്സിൻ ഈസ് ഗോയിങ് ടു കം കോവിഡിനുള്ള. So that means if we can make vaccines that can give a total protection, and then we can shut down the spread of the disease. So thank you very much. Have a nice day. Please do subscribe my channel.